നിങ്ങൾക്ക് ഈ promise.all JS എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാം. ഈ ഒരു പർട്ടിക്കുലർ കോഡ് നോക്കുക. ഇവിടെ 3 പ്രോമിസസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. P1, P2, P3. അറ്റ് ദി ലാസ്റ്റ് ഐ എം കോളിംഗ് promise.all. എന്നിട്ട് ആ 3 പ്രോമിസും ഒരു അറയിലേക്ക് പാസ് ചെയ്യുന്നു. അതിന്റെ സക്സസിൽ റെസ്പോൺസ് പ്രിന്റ് ചെയ്യുന്നു, അതേപോലെ എററിലും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോമിസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ പ്രോമിസിൽ ഞാൻ റിസോൾവ് ആണ് ചെയ്യുന്നത്. സോ റിസോൾവ് മീൻസ് സക്സസ് കേസ്. രണ്ടാമത്തെ പ്രോമിസ് റിജക്ട് ചെയ്യുന്നു. മൂന്നാമത്തത് റിസോൾവ് ചെയ്യുന്നു. ഇനി promise.all എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രോമിസ് അറയിലേക്ക് പാസ് ചെയ്യുന്ന ടൈമിൽ ഈ എല്ലാ പ്രോമിസും, നമ്മുടെ കേസിൽ ഈ 3 പ്രോമിസും ഒരുമിച്ച് അങ്ങോട്ട് എക്സിക്യൂട്ട് ആവും. അതായത് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവും. ഇപ്പം P1 എക്സിക്യൂട്ട് ചെയ്തു, അത് റിസോൾവ് ചെയ്തു, സക്സസ് കണ്ടു. P2 റിജക്റ്റ് ആയി. അപ്പം ഏതെങ്കിലും ഒരു promise.all പാസ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രോമിസ് റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ആ റിജക്റ്റിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ. ഇനി എല്ലാ പ്രോമിസും സക്സസ് ആണ് തരുന്നതെങ്കിൽ ഈ ദെന്നിന്റെ ഉള്ളിലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ സക്സസ് റിസൾട്ട് കിട്ടും. ഇനി അത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഈ പർട്ടിക്കുലർ കോഡ് നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? എറർ കിട്ടും. കാരണം രണ്ടാമത്തെ പ്രോമിസ് റിജക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എറർ P2 വാസ് ഫെയിൽഡ്. ഈ P2 വാസ് ഫെയിൽഡ് ഇവിടെയാണ്. ഇനി P2 സക്സസ് ആണ്, അത് റിജക്റ്റ് അല്ല ചെയ്യുന്നത്, റിസോൾവ് ആണ് എന്ന കേസിലാണെങ്കിൽ ഞാൻ ഇതൊന്നുകൂടി റൺ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3ഉം എക്സിക്യൂട്ട് ചെയ്തു, 3ന്റെയും സക്സസ് റിസൾട്ട് നിങ്ങൾക്ക് അറയിൽ ഇവിടെ കിട്ടും. അപ്പം ഈ ഒരു ദെൻ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. പിന്നെ വേറൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം P1 എക്സിക്യൂട്ട് ചെയ്തു, P2 റിജക്റ്റ് ആയി. P2 റിജക്റ്റ് ആയത് കൊണ്ട് P3 ഓട്ടോമാറ്റിക്കായിട്ട് അബോട്ട് ആവില്ല. അതിങ്ങനെ ബാക്കിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ റിജക്റ്റ് ആവാം, റിസോൾവ് ആവാം. പക്ഷെ ഏതെങ്കിലും ഒന്ന് റിജക്റ്റ് ആയാൽ ആ റിജക്റ്റിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രം ഓർത്ത് വെക്കുക. അപ്പം ക്യാച്ച് ബ്ലോക്ക് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനിയിപ്പം ഈ റിജക്ഷന്റെ റെസ്പോൺസും സക്സസിന്റെ റെസ്പോൺസും നമുക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അതുവരേക്കും ബൈ.